ഇവിടെ നല്ല മഴയാണ് പെയ്യുന്നത്. സൗദി അറേബ്യയില് യുദ്ധം കൊടുമ്പിരി കൊണ്ടുവരുന്നത് കൊണ്ട് അതിനെല്ലാം തണുപ്പിക്കാനായിട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പടച്ചവൻ്റെ ഒരു എന്തോ പറയട്ടെ, ഒരു അനുഗ്രഹം. ഓക്കെ, മൊത്തത്തിൽ റോഡ് മൊത്തവും വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. നമുക്ക് ഒട്ടും കണ്ണ് കാണാൻ പോലും വയ്യ. ഇതല്ലേ അനുഗ്രഹം. റിഫൈനറിയിൽ ബോംബ് വീണു, വലിയ നാശനഷ്ടങ്ങളും തീപിടുത്തമൊക്കെ ഉണ്ടായി. എല്ലാം ഞങ്ങളെല്ലാം എന്താ രസന്നൂര ഭാഗത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുമായിട്ട് 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ റിഫൈനറിയായ. നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശാന്തമായി തണുക്കുന്നു. പ്രകൃതിയുടെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ് നോക്കിക്കോളൂ. ഞാൻ കുറച്ച് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. എന്നാണ് ഈ മഴ പെയ്ത് ഈ യുദ്ധത്തിൻ്റെ മിസൈലിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ചൂട് തണുപ്പിക്കാനായിട്ട്, ഈ ഭൂമി ഒന്ന് തണുക്കാനായിട്ട് നല്ലൊരു മഴ പെയ്യുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ തൊട്ടേ മഴയൊക്കെ തുടങ്ങി, നല്ല മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. റോഡ് നല്ല വെള്ളം മുങ്ങി കിടക്കുക. വണ്ടി ഡ്രൈവ് ചെയ്യാനേ പറ്റുന്നില്ല. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത വണ്ടിയിലും ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ ദേഹത്ത് വീഴുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് വലിയ സ്ലോലി എല്ലാവരും പോകുന്നത്. ഇന്നിപ്പോൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഇഷാസല കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങുന്ന ടൈമാണ്, സിറ്റിയിലേക്ക് പോകുന്ന ടൈമാണ്. അതുകൊണ്ട് നല്ല ട്രാഫിക്കാണ്. റോഡ് നോക്ക്, വെള്ളം ബോളം തെറ്റി കിടക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. ഇവിടുത്തെ റോഡിന് ഡ്രെയിനേജ് പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പെയ്യുന്ന കണക്ക് ഒരു ദിവസം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിൽ പെയ്യുന്നത് മാസങ്ങളോളം പെയ്താലും അങ്ങനെ റോഡിലൊന്നും വെള്ളം അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല സംഭവം. ഒരു ദിവസത്തെ മഴ മതി, ഇതേ കണ്ടീഷനാണ്. കണ്ടോ, ഓക്കെ, എത്ര മാത്രം വെള്ളം കയറി കിടക്കുന്ന റോഡിൽ. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ വെള്ളം റോഡിലില്ലാത്തത്. ഏകദേശം കംപ്ലീറ്റ് റോഡും മുങ്ങി കിടക്കുക. ശരി, എന്നാൽ പിന്നെ റോഡ് പോയി ഫ്രീ ആയിട്ടുണ്ട്. വെള്ളം ഒക്കെ ഇച്ചിരി കുറവാണ്, വണ്ടിയെല്ലാം സ്പീഡ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ കാര്യം തീരുമാനമാകും. ഓക്കെ, അത് കാരണം ഞാൻ വയ്ക്കുന്നു മക്കളെ.